Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by ACM Care. Co-powered by Global Laboratories and Testing LLC. Co-presents Mama's International Foods. This program is brought to you by Tharwad Restaurant, UK. ജീവിതം ഒരു പാഠശാലയാണ്. ഓരോ അനുഭവവും വളർച്ചയ്ക്കും പഠനത്തിനുമായി ഉപയോഗിക്കേണ്ട അവസരങ്ങളാണ്. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ അജീഷ്. യു കെയിലെ പുതിയ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലീഡ്സിലെ തറവാട് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ചെറിയ ചെറിയ ഗൃഹാതിർത്തങ്ങളൊക്കെ കടന്നു വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഭക്ഷണത്തിനോടൊപ്പം നമ്മുടെ നാടിൻ്റെ തനിമ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് തറവാട് റെസ്റ്റോറൻറ്റ്, നമ്മുടെ ലീഡ്സിലുള്ള തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ സാരഥികളെയാണ്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, തറവാട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് തുടങ്ങാനുള്ള കാരണം എന്താണ്? ലീഡ്സിൽ ഇങ്ങനെ ഒരു തറവാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? അതിനു മുമ്പ് നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടാം. മനു, അജിത്, ഞാൻ സിബി, രാജേഷ് ആൻഡ് പ്രകാശ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഫ്രണ്ട്സ് ഫോർ എ ലോങ് ടൈം. ദെൻ അപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് നമ്മുടേതായ സ്വന്തമായിട്ടൊരു പരിപാടി തുടങ്ങാനുള്ളൊരു പ്ലാൻ ഇങ്ങനെ മനസ്സിൽ ഇട്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്തു, ഞങ്ങൾ പല സ്ഥലങ്ങൾ നോക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലീഡ്സിൽ കേരള റെസ്റ്റോറൻറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി. ഞങ്ങൾ അന്ന് ഓക്കെ, എല്ലാവരും റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ മെനി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ കേരള റെസ്റ്റോറൻറ്റ് അങ്ങനെയാണെങ്കിൽ ലീഡ്സിൽ തുടങ്ങിയേക്കാം, അത് ഒരു നല്ല സംരംഭമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ലീഡ്സിൽ വന്നു, റെസ്റ്റോറൻറ്റ് തുടങ്ങി. അതാണ് അതിൻ്റെ തുടക്കം. ഈ തറവാട് എന്ന് പറഞ്ഞ ഒരു പേര് കേൾക്കുമ്പോൾ ശരിക്കും ഒരു നോസ്റ്റാൾജിക് ഫീലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഫുഡിലും അതിലത്രയും പ്രത്യേകതകൾ കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ മീൻകറി ഉണ്ടാക്കുന്നത് കുടംപുളി ഇട്ടിട്ട് നല്ല രീതിയിൽ നാട്ടിൽ. പക്ഷേ നമ്മൾ ഇവിടുത്തെ സ്റ്റൈലിൽ ഇവിടുത്തെ കൾച്ചറായിട്ട് സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, ഡെസേർട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ. പക്ഷേ നാട്ടിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ വീട്ടിൽ അമ്മച്ചിമാരുണ്ടാക്കുന്ന അതേ ക്വാളിറ്റിയിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റ് വന്നിട്ട് സെലിബ്രിറ്റികളുടെ ഒരു സ്പോട്ടാണെന്ന് കേട്ടല്ലോ. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയൊക്കെ വന്ന് വളരെയധികം ഞെട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു സ്റ്റോറി? അത് മാത്രം സത്യമായിട്ട് ഒരു ഗ്രേറ്റ് മൂമെൻ്റ് ആയിരുന്നു നമുക്ക്. വിരാട് കോഹ്ലി കൊണ്ടുവന്നത് സഞ്ജു സാംസൺ. അപ്പോൾ പുള്ളിക്കാണ് നമ്മ നമസ്കാരം പറയണം. പുള്ളിയാണ് ഇൻട്രൊഡ്യൂസ് കോഹ്ലി 2014. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടൊരു 6 മാസത്തെ സമയമാണ്. ആ സമയത്ത് പുള്ളി വന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയോട് നമ്മുടെ മോസ്റ്റ് ഓഫ് ദി ക്രിക്കറ്റ് ടീമിൻ്റെ ആൾക്കാർ വന്നായിരുന്നു. പോകുന്ന സമയത്ത് പുള്ളി പറഞ്ഞിട്ട് പോയി, അടുത്ത പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത് അനുഷ്ക കൂട്ടിക്കൊണ്ടുവരാം പറഞ്ഞിട്ട് ആ പുള്ളി പോയത്. അൺഫോർച്ചുനേറ്റ്ലി സഞ്ജു സാംസൺ വരാൻ പറ്റില്ല. പക്ഷേ പുള്ളി വന്നു, അനുഷ്ക ശർമ്മയും വന്നായിരുന്നു. വന്നിട്ട് ഡോറിൽ നിന്നിട്ട് ഞാൻ അവിടെ തന്നെ റിസർവേഷൻ കൗണ്ടറിലായിരുന്നു. പുള്ളി ഡോർ തുറന്നിട്ട് എന്നോട് പറയാം, പ്രകാശ്, ഐ ടോൾഡ് യു ഐ ആം ഹിയർ. ഞാൻ ഫുൾ എൻ്റെ ശരീരം ഇങ്ങനെ നടങ്ങ തുടങ്ങി. അപ്പോൾ ഫുൾ ഞാൻ വിശ്വസിച്ചില്ല. പുള്ളി വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് എന്നോട് പറയുവാൻ. പക്ഷെ ആ ഒരു മൂമെൻറ്റാണ് സ്റ്റിൽ ഐ ക്യാൻ റിമെമ്പർ ദാറ്റ് ഫേസ്. അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നമ്മുടെ ഒരു കമ്പനി ആയിപ്പോയി. ലാസ്റ്റ് 2021 ആയിരിക്കും ടെസ്റ്റ് ടീമുണ്ട്. അപ്പോൾ 10 ദിവസം നമ്മൾ അവരുടെ കൂടായിരുന്നു. ഞാനും മനും എല്ലാ ദിവസം രാവിലെ എണീറ്റ് പോയിട്ട് അവർ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമായിരുന്നു ഫുൾ ടീമിക്ക്. പിന്നെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് അവർക്ക് ഒരു ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇതേ റൂമിലെ 65 പേർ ഫുൾ ടീമിൻ്റെ ആൾക്കാരായിരുന്നു, എലോങ് വിത്ത് സപ്പോർട്ട് സ്റ്റാഫിംഗ് എല്ലാവരും. അപ്പോൾ നമുക്കൊരു ആ ബന്ധം ഉണ്ടാക്കി ഭയങ്കര. ഇപ്പോൾ കുറേ ആൾക്കാർ സ്റ്റിൽ ആൻഡ് മെസ്സേജിങ് പീപ്പിൾ ലൈക്ക് KL Rahul is become very pet. രഘു പറഞ്ഞിട്ടൊരു സപ്പോർട്ട് ടീമാണ്. അവരുടെ കൂടെ നല്ലൊരു ബന്ധത്തിലുണ്ട്. രവിശാസ്ത്രി ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഹോളിവുഡ് ഫിലിം സ്റ്റാർസ്, മിഷൻ ഇമ്പോസിബിളിന്റെ സൈമൺ പെഗും ക്രിസ്റ്റഫർ ലോയിഡ്, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റി ലിസ്റ്റ് എടുക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഇവിടെ എല്ലാവരുടെയും നമ്മുടെ കേരളം കാണാലോ. എന്താണ് ഈ ചുവർച്ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത? ഇതൊരു സിംഗിൾ മാപ്പാണ്, കേരളത്തിൻ്റെ ഫുൾ മാപ്പ്. ഞാൻ 14 ജില്ലയും അതിൻ്റെ ഓരോ ജില്ലയിലും അട്രാക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കസ്റ്റമർ ഇത് കണ്ടു കഴിയുമ്പോൾ ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, അവർക്ക് ഐഡിയയും കിട്ടും. ഇനി പോകേണ്ടവർക്ക്
ഓരോ ജില്ലകളും ഇവിടെ ഒരു 90% ഇംഗ്ലീഷ് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു സ്പോട്ട് പോയപ്പോൾ അവർ ഓക്കെ റീകളക്ട് ചെയ്യും. ഞാൻ തിരുവനന്തപുരം പോയിട്ടുണ്ട്, ഇത് തൃശ്ശൂർ പോയിട്ടുണ്ട്, ജസ്റ്റ് ആ ഒരു മെമ്മറീസിന് വേണ്ടിയാണ്. ഇവിടെ വരുന്ന ഒരു 50-60% കസ്റ്റമേഴ്സും കേരളത്തിൽ പോയിട്ടുള്ളവരാണ്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ശരിക്കും ഒരു കുരിശിൻ്റെ വഴി പോലെ 14 സ്ഥലങ്ങൾ നടന്ന് കണ്ട് അവരുടെ പഴയ മെമ്മറീസ് ഇങ്ങനെ തിരിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ, ഞങ്ങളെ വിളിക്കും ഇടയ്ക്ക്, ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ ഫോട്ടോ കാണിക്കുക, എന്നിട്ട് അവർ പറയും ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അന്ന് അവിടെ പോയപ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മസാല ദോശയായിരുന്നു ഇനി ഞാൻ കഴിച്ചത് എന്നൊക്കെയുള്ള മെമ്മറീസ് അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പം എന്നിട്ട് അവർ അവരുടെ കൂട്ടത്തിലിരിക്കുന്നവർക്ക് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഞാൻ കേരളത്തിൽ പോയപ്പം ഞാൻ അത് കണ്ടു, പല സ്ഥലങ്ങളിൽ പോയി, അവിടുത്തെ ഫുഡ് ഇങ്ങനെയായിരുന്നു, മീൻകറി. ഞങ്ങൾക്ക് ഒത്തിരി കമൻറ്റ് കിട്ടിയിട്ടുണ്ട്, നാട്ടിലേക്ക് കഴിഞ്ഞ് നല്ല മീൻകറി ഇവിടെ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ കാരണം അവർ ചിലപ്പം ഓരോ സ്ഥലത്തു നിന്ന് കഴിക്കുന്നതനുസരിച്ച് വ്യത്യാസമുണ്ടല്ലോ, ഓരോ ഫിഷ് കറിക്കും നമ്മുടെ നാട്ടിലെ സ്ഥലം മാറുന്നതനുസരിച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ ഇപ്പോൾ ആൾക്കാരുടെ ഒത്തിരി കമൻസ്, അതായത് മെമ്മറീസ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന ഒരു പരിപാടി ശരിക്കും നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് കിട്ടിയ റിവ്യൂസും ആൾക്കാർ വിസിറ്റ് ചെയ്ത സെലിബ്രിറ്റീസിൻ്റെ സിഗ്നേച്ചർ, അതുപോലെ നമ്മുടെ UK ഒത്തിരി റെസ്റ്റോറൻറ്റ് ഗൈഡ്സ് ഉണ്ട്. അപ്പോൾ അത് മിഷ്ലിൻ ഗൈഡ്, ഹാർഡൻസ് റെസ്റ്റോറൻറ്റ് ഗൈഡ്, ഗുഡ് ഫുഡ് ഗൈഡ്, അങ്ങനെ ഒത്തിരി ഭയങ്കര, അതായത് ഫുഡീസിൻ്റെ ബൈബിൾ എന്ന് പറയും ഇതിനെയൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം നമ്മുടെ പേര് വന്ന് എല്ലാ വർഷവും നമ്മുടെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കോപ്പീസ്. പിന്നെ ഫോർ എക്സാമ്പിൾ ഇത് ആൻഡ്രൂ ലിങ്കൺ, ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ ആക്ടറാണ്. പുള്ളി കേരളത്തിൽ പോയിട്ട് പുള്ളി തിരിച്ചു വന്നപ്പം നെക്സ്റ്റ് ഡേ പുള്ളിയുടെ പേരൻസിനെയും കൂട്ടി നമ്മുടെ നാട്ടിലെ ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് പുള്ളി നേരെ ഇവിടെ വന്ന് നമ്മുടെ മസാല ദോശ കഴിച്ചു. പുള്ളി അന്ന് സൈൻ ചെയ്ത ഒരു പ്ലേറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി മെമ്മറീസ് നമുക്ക് ഉണ്ട്. അത് ഒത്തിരി അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 2014 നമ്മൾ തുടങ്ങിയ വർഷം തന്നെ, അതായത് മിഷ്ലിൻ ഗൈഡാണ് UK ഏറ്റവും വലിയ ഫുഡി ബൈബിൾ എന്നാണ് അത് പറയപ്പെടുന്നത്. ആ ഗൈഡിൽ നമുക്ക് തുടങ്ങിയ വർഷം തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ പേര് ഇൻക്ലൂഡ് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു. അതുപോലെ ഹാർഡൻസ് ഗൈഡ്, ഗുഡ് ഫുഡ് ഗൈഡ്, അങ്ങനെ എല്ലാം എത്ര ഗൈഡുണ്ടോ അതിലെല്ലാം നമ്മുടെ പേരുണ്ട്. നമ്മൾ ആകെപ്പാടെയുള്ള ഒരേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ലീഡ്സ് എന്നുള്ളത് നമ്മളാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് തറവാടിൻ്റെ ഭക്ഷണ വിശേഷങ്ങളുമാണ്. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീത്. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ള മിഡിൽസ്ബ്രോയിലാണ്. ബ്രോൺലി കോട്ട് കെയർ ഹോമിൻ്റെ ഡയറക്ടറായ വർഗീസ് തോമസ് ചേട്ടനെയാണ് നമുക്ക് പരിചയപ്പെടുന്നത്. എൻ്റെ പേര് വർഗീസ് തോമസ്, ഡയറക്ടർ ഓഫ് ACM കെയർ ഗ്രൂപ്പ്. ഞാൻ നാട്ടിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വയലായിലാണ് എൻ്റെ വീട്. ഈ 2000 UK വന്ന നാളുകൾ മുതൽ NHS ആൻഡ് വേരിയസ് ഫയർ സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ലഭിച്ചു. തുടർന്ന് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു കെയർ ഗ്രൂപ്പിൽ മാനേജറായി സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പ്രൊമോഷനായി ഓപ്പറേഷൻ മാനേജറായി ജോലി ചെയ്യുകയും ആ ഗ്രൂപ്പിൻ്റെ ഓവറോൾ ഇൻചാർജായി 5 കെയർ ഹോംസ് ലുക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു കെയർ ഹോമിൻ്റെ മാനേജറായി സ്റ്റാർട്ട് ചെയ്ത് ഓപ്പറേഷൻ മാനേജർ പ്രൊമോഷൻ കിട്ടുകയും 5 ഹോംസ് നോക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി ഇതുപോലൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളൊരു ജീവിതത്തിൻ്റെ ഭാഗ്യവും ദൈവാനുഗ്രഹവുമായി ഞാൻ കാണുന്നു. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കാലത്തുള്ള എക്സ്പീരിയൻസും അത് റൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ഞാൻ എൻ്റെ സ്വന്തമായ നഴ്സിംഗ് ഹോം സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുകയും ഈ 2000 ഞാൻ എൻ്റെ ഫസ്റ്റ് കെയർ ഹോം ന്യൂകാസിൽ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനെ പോലെ ഞങ്ങളുടെ ബിസിനസ്സിനും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. എങ്കിലും വി മാനേജ് ടു ടേൺ അറൗണ്ട് സക്സസ്ഫുള്ളി. ഈ 2000 കൂടി ഞങ്ങളുടെ ബിസിനസ്സിനെ ബെസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഗ്രോയിങ് ബിസിനസ് അവാർഡ് നോർത്ത് ഈസ്റ്റ് നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു വിജയമായി കണക്കാക്കപ്പെടുന്നു. ഇത്രയും കെയർ ഹോമുള്ള രാജ്യത്തെ ഇതുപോലൊരു അവാർഡ് കരസ്ഥമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു വിജയമാണ്. ഇതിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷനും കൊണ്ട് നോർത്ത് ഈസ്റ്റിലെ ഞങ്ങളുടെ കെയർ ഹോം എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും നോർത്ത് ഈസ്റ്റിലും സ്കോട്ട്ലൻഡുമായി അനേകം കെയർ ഹോമുകൾ മേടിക്കുകയും ബിൽഡ് ചെയ്യുകയും ഉണ്ടായി. ഇന്ന് ന്യൂകാസിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അണ്ടറിൽ ഏകദേശം 1000 സ്റ്റാഫ് വർക്ക് ചെയ്യുകയും ഞങ്ങൾ 850 റെസിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നു. ഇതിൽ സക്സസ് ആകുവാൻ സാധിച്ചത് എൻ്റെ സ്റ്റാഫിൻ്റെ ഒരു കോപ്പറേഷൻ എന്നോട് കൂടി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായി റീസെൻ്റ്ലി ഞങ്ങൾ ന്യൂകാസിലെ ഒരു ഓസ്കി ട്രെയിനിങ് സ്ഥാപിക്കുകയും ഓവർസീസിൽ നിന്ന് വരുന്ന നേഴ്സുമാരുടെ ഇവിടെ NMCക്ക് പിൻ നമ്പർ കിട്ടുന്നതിന് സഹായിക്കുകയാണ്. ഏകദേശം 250 നേഴ്സുമാരെ നമ്മൾ ട്രെയിൻ ചെയ്യുകയും അവർക്ക് പ്രൈവറ്റ് സെക്ടറിലും NHSലും ജോലി കിട്ടുന്നതിന് സഹായിക്കുകയും ചെയ്തു. നമ്മുടെ കെയർ ഹോമിൽ 2 ടൈപ്സ് ഓഫ് റെസിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് പ്രൈവറ്റ്ലി ഫണ്ടഡും ഒന്ന് സോഷ്യൽ സർവീസ് ഓർ NHS ഫണ്ടഡുമാണ്. NHS ഫണ്ടഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആനുവൽ വരുമാനം 23,250 താഴെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് കെയർ കംപ്ലീറ്റ്ലി പെയ്ഡ് ബൈ NHS ഓർ സോഷ്യൽ സർവീസ്. എല്ലാ ഹോമും ഒരു ഹോട്ടൽ ഫെസിലിറ്റിയോട് കൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. ഇൻഡിവിജ്വൽ റൂമും അതിനുള്ള ഓൺസൈറ്റ് ഫെസിലിറ്റീസും
TV-യും സോഫയും ഇൻ്റർനെറ്റും ഞങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ റെസിഡൻസിന് റിലാക്സിന് വേണ്ടിയുള്ള ഹെയർ സലൂണ്, ലോഞ്ച്, സിനിമ റൂമും ഞങ്ങളുടെ എല്ലാ ഹോമിലും അവൈലബിൾ ആണ്. നഴ്സിംഗ് ഹോം UK-യിൽ ഹൈലി റെഗുലേറ്റഡ് ആൻഡ് മോണിറ്റേഡ് ബൈ കെയർ ക്വാളിറ്റി കമ്മീഷനാണ്. കെയർ ക്വാളിറ്റി കമ്മീഷൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ UK കെയർ ഹോം റൺ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അവരുടെ ഗുഡ് റേറ്റിംഗ് ആണ് നമ്മുടെ ഈ ഹോമിനെ തന്നെ പിടിച്ചു നിർത്തുന്നത്. CQC അല്ലാതെ അതർ ഗവർണിംഗ് ബോഡീസ് നമ്മുടെ നഴ്സിംഗ് ഹോമിനെ മോണിറ്റർ ചെയ്യും. ലൈക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഫയർ സേഫ്റ്റി, ഫുഡ് ഹൈജീൻ, എൻവയറമെൻ്റൽ ഹെൽത്ത്, അവരുടെ എല്ലാം റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് UK കെയർ ഹോം എന്ന് പറയുമ്പോൾ വൈഡ്ലി അക്സെപ്റ്റഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ഇന്നും ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ബിസിനസ് റൺ ചെയ്യുന്നത് കൊണ്ട് ഐ പേഴ്സണലി പ്രൊമോട്ട് ദ കെയർ ഹോംസ് ബിക്കോസ് to look after elderly residents at home is a very complex. We need a trained staff, equipment and safe environment to give a proper care. ഇന്ന് നമ്മൾ കാണുമ്പോൾ UK-യിൽ ഒരു കെയർ ഹോം എന്നുള്ളത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡ് തന്നെയാണ്. കാര്യം നമുക്കറിയാം ഇവിടെ ഒത്തിരി എൽഡർ ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ട്. അവരെ ടേക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ട് എന്താണെങ്കിലും കെയർ ഹോം ഇനി അങ്ങോട്ട് കൂടുകയുള്ളൂ. അപ്പം ഈ ഒരു ബിസിനസ്സിലോട്ട് വരാൻ പോകുന്ന മലയാളി കമ്മ്യൂണിറ്റി അവരോട് എന്താണ് പേഴ്സണലി ഇത്രയും നാളത്തെ ഈ 25 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്? UK-യിൽ എൽഡർലി പോപ്പുലേഷൻ കൂടി വരുന്നത് കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരുവാനും അത് നടത്തുവാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് UK-യിൽ അവൈലബിൾ ആണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഒരു 2 അഡ്വൈസ് എനിക്ക് തരാനുള്ളത്, യു ഷുഡ് മേക്ക് ഷുവർ യു നോ ദ സ്കിൽസ് ആൻഡ് നോളജ് ടു സ്റ്റാർട്ട് ദിസ് ബിസിനസ്. അതുപോലെ തന്നെ UK-യിലെ റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയമങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികമായി ഇത് ഒത്തിരി ചിലവേറിയ ബിസിനസ് ആയതുകൊണ്ട് മേക്ക് ഷുവർ സാമ്പത്തികമായി നിങ്ങൾക്ക് സൗണ്ട് ആയിരിക്കുകയും ഒരു ബാങ്കിൻ്റെയോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു ഫീൽഡ് ഇത്രയും സക്സസ് ആയിട്ട് പോകാനുള്ള ഒരു സപ്പോർട്ട് എന്താണ്? എൻ്റെ മെയിൻ സക്സസ് എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫും 3 ചിൽഡ്രനുമാണ്. വൈഫ് നേഴ്സ് ആയതുകൊണ്ട് ആദ്യം മുതൽ തന്നെ എന്നെ ബിസിനസ്സിൽ സഹായിച്ചുകൊണ്ടിരുന്നു. ശരിക്കും നാട്ടിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകിച്ചൊരു ചിന്താഗതിയാണ്. നമ്മളോട് ചോദിക്കുന്നവർ ചോദിക്കുന്നത് ഒരു കെയർ ഹോം വിസയുണ്ടോ? കാരണം എല്ലാവർക്കുടെയും ഒരു തെറ്റായ ധാരണയുണ്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ചൊരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ വേണ്ട എന്നുള്ളൊരു ധാരണയുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? UK-യിൽ കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. എങ്കിലും എല്ലാ കെയർ ഹോമിലും റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അവരുടെ റെഫറൻസും പോലീസ് ക്ലിയറൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുള്ളൂ. സ്റ്റാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ 3 months ഇൻഡക്ഷൻസും മാൻഡേറ്ററി ട്രെയിനിങ്ങും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മുടെ സ്റ്റാഫ് മാൻഡേറ്ററി ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാതെയും റിഫ്രഷ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒത്തിരി അപകടങ്ങൾ ഈ സെക്ടറിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ സെക്ടറിലേക്ക് വരികയും ഏതെങ്കിലും കെയറിങ്ങിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ മാൻഡേറ്ററി ട്രെയിനിങ്ങും അവരുടെ ഓൺലൈൻ ട്രെയിനിങ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. കെയർ ഹോം റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിൽ നിന്നും ഇന്നത്തേക്ക് ബൈ. അപ്പം UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിൽ നിന്നും ഇന്നത്തേക്ക് ബൈ. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ നമ്മളുടെ ന്യൂ ഇയറും ഒക്കെ ആയിട്ടും ക്രിസ്മസ് ആയിട്ടും ഒരുപാട് പേർക്ക് കേക്ക് മാത്രമല്ല ഗിഫ്റ്റുകൾ നമ്മളുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ അധികം തലപുണ്ണാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഗിഫ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഓടിപ്പോരെ നമ്മളുടെ പറക്കാട്ട് ജ്വല്ലറിയുടെ. ഞാനിപ്പോൾ ഉള്ളത് പറക്കാട്ടിൻ്റെ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള
അല്പം അതിവിശാലമായ ഷോറൂമിലാണ്. ഇവിടെ നമ്മൾക്ക് നെക്ലേസസ് ഉണ്ട്, ബാംഗിൾസ് ഉണ്ട്, ചെയിനുകൾ, പെൻഡൻറ്റുകൾ, റിങ്സ്, എല്ലാവിധ കളക്ഷൻസ്. ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡ് ജ്വല്ലറിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സ്വർണം തോൽക്കുന്ന രീതിയിലുള്ള ഫിനിഷോടുകൂടി നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി അണിയാനും ഗിഫ്റ്റിംഗ് പർപ്പസിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി ഞാൻ പറക്കാട്ടിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡായിട്ടുള്ള ഓർണമെൻറ്റ്സ് നിങ്ങളിൽ പലരും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളുടെ സർവീസ്, ഗ്യാരണ്ടി, വാറണ്ടി എല്ലാം നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ ഓർണമെൻറ്റ്സ് അല്ല, നമ്മളുടെ ഐഡൽ കളക്ഷൻസും കൂടിയാണ്. ഇവിടെ നമ്മൾക്ക് ഒരുപാട് കളക്ഷൻ ഐഡൽസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾക്ക് ഗിഫ്റ്റിംഗ് പർപ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തട്ടെ. ആദ്യം തന്നെ നമ്മളുടെ ശബരിമല സീസണാണ്, അയ്യപ്പ സ്വാമിയുടെ ഒരു സമയമാണ്. ഇവിടെ നമ്മളൊരു 18 പടിയുള്ള ഗോൾഡും അതേപോലെ തന്നെ റോസ് വുഡും കൂടെ ചേർന്നിട്ട് വന്ന ഒരു കൺസെപ്റ്റിലെ ഒരു വിഗ്രഹം, നമ്മളുടെ എന്താ പറയുക, അയ്യപ്പ ക്ഷേത്രം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് നമ്മൾ ഒരു അയ്യപ്പസ്വാമിയുടെ വിഗ്രഹവും കൂടെ ഉണ്ട്. പിന്നെ കാവലിനായിട്ട് ഗജവീരന്മാരും നല്ല ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ആനക്കുട്ടന്മാരിങ്ങനെ നിരന്ന് നിൽക്കുവാണ്. ഇനിയിപ്പോൾ ഇത്രയും വലിപ്പമുള്ളത് മാത്രമല്ല കേട്ടോ, വളരെ ചെറിയ ആനക്കുട്ടി തൊട്ട് പിന്നെന്താ പറയുക, നമ്മളുടെ കയ്യിൽ തിരുപ്പതി ഭഗവാനുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, നടരാജ വിഗ്രഹമുണ്ട്, കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളുണ്ട്, പല ഫോമിൽ ഉള്ള ഗണപതിയും കൃഷ്ണനും എല്ലാം ഇങ്ങനെ കണ്ടില്ലേ, കൃഷ്ണനൊപ്പം രാധയുണ്ട്. ഇനി ഇത് മാത്രമൊന്നുമല്ല, ദേവി ലക്ഷ്മി ദേവി, സരസ്വതി ദേവി കണ്ടോ, ഇതെല്ലാം പെയർ ചെയ്യാവുന്ന രീതിയിൽ ഒരേ വലുപ്പത്തിൽ വരുന്ന ദേവിമാരുടെ രൂപങ്ങളുണ്ട്. ഇനി ഇതൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് എല്ലാം നടക്കുന്ന സമയമാണ്. വിന്നേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഫസ്റ്റ് കൊടുക്കാനും ഇനി സെക്കൻഡിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരെണ്ണോടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡൊക്കെ കൊടുക്കാൻ പറ്റിയ ഗോൾഡ് ലെയേർഡ് ലൈഫ് ടൈം അതേപോലെ ഇരിക്കുന്ന ഒരു കാലത്തും കംപ്ലൈൻറ്റ് വരാതെ എന്നും, കാരണം ഇത് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയേർഡാണ്. അതാണ് പറക്കാട്ട് ജ്വൽസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പറക്കാട്ട് ജ്വൽസിൽ നിന്ന് വാങ്ങുന്ന ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, വിഗ്രഹങ്ങളായിക്കോട്ടെ, മെമെൻറ്റോസ് ആയിക്കോട്ടെ, ഇതൊന്നും ജീവിതകാലം നമ്മൾ സൂക്ഷിച്ചു വെച്ചാലും ഉപയോഗിച്ചാലും അതിൻ്റെ കളർ മങ്ങുമോ ഒന്നും സംഭവിക്കുന്നതല്ല. അപ്പോൾ അതേപോലെ ഒട്ടേറെ കളക്ഷൻസ്, അശോകസ്തംഭം, മെമെൻറ്റോസ് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒരിക്കലെങ്കിലും കാണുന്നതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റായിട്ട് നിങ്ങളെല്ലാവരും എറണാകുളത്തുള്ള പറക്കാട്ട് ജ്വൽസിൻ്റെ പത്മ ജംഗ്ഷനിലെ ഷോറൂമിലും, അല്ലെങ്കിൽ നിങ്ങൾ പറക്കാട്ടിൻ്റെ കാസർഗോഡ് മുതൽ ഇങ്ങേറ്റം പാറശാല വരെയുള്ള ഏതെങ്കിലും ഒരു ഷോറൂമിൽ ഡെഫിനറ്റായിട്ട് സന്ദർശിക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായി കാണാം. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുകന്യ ജയറാം. ഇവിടെ തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ആഘോഷങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എവിടെ തിരിഞ്ഞാലും കുട്ടികൾ, മുതിർന്നവർ, അല്ലാതെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നടന്ന് അടുത്തത് ഏത് റൈഡിൽ പോകാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ റൈഡ് എക്സ്പീരിയൻസസ് ഒക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലോ? വരും. എവിടുന്നാ വരുന്നത്? വിഴിഞ്ഞം അല്ലേ? പേരെന്താ? ജിൻസി. ജിൻസി എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. എന്താ പേര്? ജോയ്സൺ. എന്ത് ചെയ്യുന്നു? അബുദാബി. അപ്പൊ ഇപ്പൊ ലീവിന് വന്നതാണോ? കുറച്ച് ദിവസം ഉണ്ടോ? പോവാറായോ? അപ്പൊ അതിന്റെ ഒരു മ്ലാനതയാണ് ഇവരുടെ മുഖത്തെ കാണാനുള്ളതെന്ന് തോന്നുന്നു അല്ലേ? മോൾട്ടിയുടെ പേരെന്താ? എബൻ. വാവിടെയോ?
ജോയ്. ജോയ് എത്രയിലാ? സ്കൂളിൽ പോകുന്നുണ്ടോ? LKG. ഇയാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഗുഡ്. ഇപ്പൊ നമ്മൾ എവിടെയാ നിക്കുന്നേ? ഹാപ്പി ലാൻഡ്. ഇഷ്ടായോ ഇവിടെ? എന്ത് ചെയ്തു ഇവിടെ വന്നിട്ട്? കളിച്ചു. എന്തൊക്കെ കളിച്ചു കേക്കട്ടെ? സ്ലൈഡിൽ കളിച്ചു, പാർക്കിൽ പോയി. ഏതൊക്കെ റൈഡിൽ പോയി? വളരെ കുറച്ച് റൈറ്റ്സിലേ പോയിട്ടുള്ളൂ. ഇനിയാണ് എക്സ്പ്ലോർ ചെയ്യാനിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം ആണോ ഹാപ്പി ലാൻഡ്? ഫസ്റ്റ് ടൈം ആണല്ലേ? ഇഷ്ടമാണോ ഇവിടെ കളിക്കാൻ? ഇനിയും കുറെ കളിക്കണ്ടേ നമുക്ക് അല്ലേ? അപ്പൊ ഒരു പാട്ട് പാടിയാലോ നമുക്ക് രണ്ടുപേരും കൂടെ? ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. പിടിച്ചോ. 1000 നിന്നും പറഞ്ഞതൊരു പൈങ്കിളി വളർത്തിങ്കിളി. വെരി ഗുഡ്. ഒരു ഗിഫ്റ്റ് തരട്ടെ രണ്ടാക്കും? തരട്ടെ? ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടല്ലേ? അല്ലേ? വേണ്ട അല്ലേ? വേണം. ഓക്കെ ഹാപ്പി അല്ലേ? സ്കൂളിലൊക്കെ എന്താ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചോ? കറങ്ങി നടന്നോ? വേറെ എവിടെയൊക്കെ പോയി കേക്കട്ടെ? കോവളം ബീച്ച്. പിന്നെ ലുലു മോളിൽ പോയിട്ട് എന്തൊക്കെ ചെയ്തു? സിനിമ കണ്ടു. എന്ത് സിനിമയാ? മുഫാസ അല്ലേ? ഇഷ്ടപ്പെട്ടോ മുഫാസനെ? ഇഷ്ടായോ? പിന്നെ ലോക്കൽ കറക്കം. ഓ ശരി. എന്നിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയോ? വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട്? കഴിഞ്ഞു അല്ലേ? ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, സിമ്പിൾ ആയിട്ടുള്ളത്. മലയാളമാണോ മലയാളമാണോ ഇംഗ്ലീഷ് മീഡിയം? ഓക്കെ, CBSE. മലയാളം അറിയോ? മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? മലയാളം ഉണ്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ടുള്ളതാ. നമുക്ക് സമയം നമുക്ക് ഭയങ്കര വിലപ്പെട്ടതല്ലേ, ടൈം. അപ്പോൾ സമയത്തെ മുറിച്ചാൽ എന്താ കിട്ടുക? ഇത് കുസൃതി ചോദ്യമാണ്, സിമ്പിളായിട്ട് തിങ്ക് ചെയ്യണേ. ടൈമിനെയാണോ മുറിക്കേണ്ടത്, സമയത്തിനെയാണോ മുറിക്കേണ്ടത്? രണ്ടും ഒന്നല്ലേ? അല്ല, ഇംഗ്ലീഷില് സമയത്തിനെയാണ് നമ്മൾ മുറിക്കുന്നത്. അത് നിങ്ങളുടെ യുക്തി പോലെ ഏതൊരു മുറിച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഒരു കഷ്ണം മുറിച്ച് അതിനെന്താ പറയാ ഇംഗ്ലീഷില്? പീസ്. ഇനി ഒന്ന് ക്ലബ് ചെയ്തേ. ടൈം പീസ്. എങ്ങനെ ഒപ്പിപ്പിച്ചു നല്ലത്. ഇനി എപ്പോഴാണ് സർ അടുത്ത ഒരു വരവ്? August. Okay, you're enjoying here, അല്ലേ? Okay. So thank you so much. Thank you for talking. Have a nice time. Okay, thank you. ഹാപ്പി ലാൻഡിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ സുകന്യ ജയറാം സൈനിങ് ഓഫ്. പക്ഷേ ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിലും കൂടുതൽ സന്തോഷങ്ങളും വിശേഷങ്ങളുമായി വരാം. ടേക്ക് കെയർ. ബൈ. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. Hello everyone, welcome to yet another beautiful episode with DC Jewellers.
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രഡീഷണൽ മാലകൾ അല്ലേ. അപ്പോൾ ട്രഡീഷണൽ മാലകൾ ഇന്നും അന്നും ഫാഷൻ നിൽക്കും അല്ലേ. സെയിൽസ്മാൻ ചോദിക്കാം, എന്താണ് പറയാനുള്ള അഭിപ്രായം? കേട്ടോ, എല്ലാവരും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ന്യൂ ഡിസൈൻസ് വന്നാലും ട്രഡീഷണൽ മാലകൾക്ക് അതിൻ്റെതായ ഒരു ട്രെൻഡ് ഉണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ അടുത്തൊരു ജനറേഷന് കൊടുക്കാവുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് എന്താ പോവാ? നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടല്ലേ പാലക്കയിൽ. സാധാരണ പണ്ടത്തെ പാലക്ക എന്ന് പറയുന്നത് ഇതുപോലത്തെ നോർമൽ പാലക്കയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് പണ്ടത്തെ സ്റ്റൈലിലെ പാലക്ക. പണ്ടത്തെ സ്റ്റൈലിലെ പാലക്കയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, പാലക്ക എന്ന് പറയുന്നത് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യണ ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ തന്നെ DC-യിൽ ഇപ്പോൾ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സൈഡഡ് പാലക്കയുണ്ട്. കണ്ടോ കണ്ടോ, ഇതൊക്കെ ഡബിൾ സൈഡഡാണ്. അതിൻ്റെ തന്നെ ബ്ലൂവും ഗ്രീനും കളേഴ്സ് കണ്ടോ, ഗ്രീനും ബ്ലൂ കേട്ടോ. അതിൻ്റെ ബ്ലൂ വേർഷൻ, ദാറ്റ് ഒരു പരിപാടിക്ക് ബ്ലൂ ഇട്ട് പോവാം, ഒരു പരിപാടിക്ക് ഗ്രീനും ഇട്ട് പോവാം. ഇനി അതിൻ്റെ തന്നെ പാലക്കയുടെ തന്നെ നമ്മളൊരു ഫ്യൂഷൻ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇത് കണ്ടോ, സൂഫി പാലക്ക. സൂഫി മാല തന്നെ പാലക്കയുടെ രൂപത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു കേട്ടോ. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിന് വെയിറ്റ് വരുന്നത് ഏകദേശം 30 ഗ്രാമിലും താഴെ, 28 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ പാലക്കയിൽ തന്നെ കണ്ടോ ഇത് നാഗപടം അല്ലേ. നാഗപടത്തിൽ തന്നെ ഫ്യൂഷൻ കളേഴ്സ്, പല കളറ് വരുന്ന നാഗപടം നെക്ലസ്. ഇതൊന്നും ഒരിടത്തും അങ്ങനെ കാണില്ല കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന AD സ്റ്റോൺസ് പലതരത്തിലുള്ള കളേഴ്സ് ഉള്ളതാണ്. ഓക്കെ, ഒരു ടെമ്പിൾ ലുക്കിലൊക്കെ അടിപൊളിയാട്ടോ. കണ്ടോ, കഴിച്ചിൽ വെച്ചാൽ കണ്ടോ, നല്ല ഭംഗിയുള്ള പീസാണ്. ട്രഡീഷണൽ കേരള ജ്വല്ലറി. പിന്നെ അതിൽ തന്നെ കാശും പാലക്കയും കൂടി നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ്. അങ്ങനെ അതിൻ്റെ തന്നെ ഇനി കേരള മാലകൾ നമുക്ക് മാങ്ങയുണ്ട്, മുല്ലമുട്ടുണ്ട്. കണ്ടോ മാങ്ങ, ഇത് നോക്കിയേ കണ്ടോ, പാലക്കയിൽ തന്നെ വ്യത്യാസമായ പാലക്കകൾ. പിന്നെ നോക്കിയിട്ട് കണ്ടോ ഡൈമാലകൾ. പിന്നെ പാലക്കയിൽ തന്നെ ഉള്ളി ബോൾസ്, കുവൈറ്റി മോഡൽ, ബോംബെ മോഡൽസ്. ഇതിനൊക്കെ ഏറ്റവും ഹൈലൈറ്റ് എന്താ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആസ് എ സെയിൽസ്മാൻ? എന്താ ഫീൽ ചെയ്യുന്ന ഏറ്റവും നല്ല എന്താന്നുള്ളത്? കേട്ടോ, ഇവരുടെ വായന ഇപ്പം നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചാണ് നോക്കണമെങ്കിൽ എപ്പോഴും ഇതാണ് നല്ലത്. പിന്നെ പ്രത്യേകിച്ച് DC ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ട് ഭയങ്കര നിസ്സാര പണിക്കൂലിക്ക് ഈ പ്രോഡക്ട്സ് കിട്ടും. കുട്ടികൾക്ക് നമ്മളിപ്പോൾ എത്ര പവൻ എടുക്കണോ അതിൻ്റെ ഏറ്റവും മിനിമൽ പണിക്കൂലിയിൽ നമ്മളിത് കൊടുക്കുന്നതായിരിക്കും. ലൈറ്റ് വെയ്റ്റും അല്ലേ. 100 പവനൊക്കെ എടുക്കുന്നവർക്ക് നല്ല നിറഞ്ഞു നിൽക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് 20 പവൻ എടുത്താലും ആ കംപ്ലീറ്റ് ഫീൽ കൊടുക്കുന്ന 20 പവനിൽ നമുക്കൊരു 4 മാലയും 4 വളയും മോതിരവും കമ്മലൊക്കെ കിട്ടില്ലേ. കണ്ടോ, വെറും 20 പവൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് 4 മാല, ഒരു കമ്മൽ, 4 വള, മോതിരം കിട്ടും. ഞാൻ റിപ്പീറ്റ് ചെയ്തു, 20 പവനിലാട്ടോ അത് കിട്ടണേ. അങ്ങനെ ഇങ്ങനത്തെ ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉണ്ട്. അടക്കുകാശ്, വളകളുടെ വ്യത്യാസം കണ്ടോ, അഷ്ടലക്ഷ്മി, ദശാവതാരം കണ്ടോ. ഇങ്ങനെ സെറ്റായിട്ട് ഇടാമെന്നാണ് സെയിൽസ്മാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്. കണ്ടോ, അതിൽ തന്നെ അഷ്ടലക്ഷ്മി ഉണ്ട്, അടക്കുകാശുണ്ട്, പിന്നെ ദശാവതാരം ഉണ്ട്, പിന്നെ ബോംബെ ബാംഗിൾസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇഷ്ടംമാതിരി വെറൈറ്റി. ഇതിൻ്റെയൊക്കെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മുതൽ 3 പവനിലെ റേഞ്ചിൽ ഇഷ്ടംമാതിരി ബ്രോഡായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ വെറൈറ്റീസ് ഇഷ്ടംമാതിരി ഉണ്ട്. അതിൻ്റെ കുട്ടികളുടെ വെറൈറ്റീസ് ഉണ്ട്, മാലകളുണ്ട്. ഈ ബഡ്ജറ്റഡ് റേഞ്ചിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും നല്ലതാണ് കേരള ജ്വല്ലറി. അതിൽ ഇഷ്ടംമാതിരി കളക്ഷൻ DC-യിലുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പോൾക്കി ഡയമണ്ട്സ് ആണ്. പോൾക്കി ഡയമണ്ട്സ് ഭയങ്കര വെറൈറ്റി ചോയ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ശേഖരത്തിലോട്ട് DC-യിലെ നമുക്ക് കാണാം. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ടത് focus123@gmail.com എന്നതിലേക്കാണ്. ഞാൻ സുകന്യ ജയറാം. അടുത്ത ഫോക്കസിൻ്റെ എപ്പിസോഡിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ. ഫോക്കസ് presented by Happy Land Amusement Park, Tiruvandhuram. Powered by ACM Care. Co-powered by Global Laboratories and Testing LLC. Co-presents Mama's International Foods. This program is brought to you by Tharwad Restaurant, UK.